ഉദ്ധിതൻ്റെ പാതയിൽ എന്ന വചന ശുശ്രൂഷയിൽ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു വചനം 1 കൊറിന്തോസുകാർക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം. 1 Corinthians chapter 1 verse 18. വചനം ഇങ്ങനെയാണ്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷ്ഠമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ ഈ മണിക്കൂറിലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഈ ധ്യാനത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മൾ സുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ, അല്ലെങ്കിൽ പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. ഈശോ പറഞ്ഞു, നിയമത്തെ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരണമാണ്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ പല കാര്യങ്ങളും ഒരു നിഴൽ പോലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ആദം അനുസരണക്കേട് കാണിച്ചു, പുതിയ ആദമായ യേശു മരണം വരെ അനുസരിച്ചു. മോശ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. പുതിയ മോശ യേശു തൻ്റെ കുരിശുമരണം വഴി രക്ഷിച്ചു. പഴയ നിയമത്തിൽ മന്ന, പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാന. പഴയ നിയമത്തിൽ കൽപ്പന നൽകി, പുതിയ നിയമത്തിൽ വചനം തന്നെ യേശു നൽകുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ എന്ത് കാണുന്നുവോ അതിൻ്റെ ഒരു നിഴൽ, അത് പുതിയ നിയമത്തിൽ നമ്മൾ എന്ത് കാണുന്നു അതിൻ്റെ നിഴൽ പഴയ നിയമത്തിലുണ്ട്. അങ്ങനെ നമ്മൾ വരുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വചനം. ആ വചനം ഇങ്ങനെയാണ്: കർത്താവ് അവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഒരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തിടുക. അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. മോശ അത് കണ്ട് അകന്നു മാറി. കർത്താവ് അരുളി ചെയ്തു, കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഈ വടി. അപ്പം മോശയുടെ കയ്യിലുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട ഇതാണ് ആ വടി എന്നത്. അപ്പോൾ ഒരു വടി ദൈവം കൊടുത്തു. എന്തിനാണ് കൊടുത്തത്? 17-ാമത്തെ വചനം: ഈ വടി കയ്യിലെടുത്തുകൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വടി കയ്യിലെടുത്തുകൊള്ളുക, നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇതാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. ഈ വടി നീ കയ്യിലെടുത്തുകൊള്ളുക, അതുകൊണ്ട് നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പിന്നീട് നമ്മൾ ഫറവോയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇത് തന്നെയാണ് മോശയോട് പറയുന്നത്. നീ ആ വടി നീട്ടുക. മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹ്റോൻ വടി ഫറവോയുടെയും സേവകരുടെയും മുൻപിലിട്ടു, അത് സർപ്പമായി. അപ്പോൾ ഈ വടി, പഴയ നിയമത്തിൽ ദൈവം മോശയുടെ കയ്യിൽ, അഹ്റോൻ്റെ കയ്യിൽ വടി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് എന്തിൻ്റെ അടയാളമാണ്? ഇത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇതുകൊണ്ട് എന്ന് വചനത്തിൽ നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കുക. എന്നാൽ യേശുവിൻ്റെ കരങ്ങളിൽ പിതാവ് വച്ചുകൊടുത്ത ആ കുരിശ് വിശ്വസിക്കുന്നവർക്ക് ശക്തിയാണ്. നമുക്കറിയാം, കൈകളിലാണ്. നമ്മൾ എപ്പോഴും ആശീർവദിക്കുമ്പോൾ, വിവാഹത്തെ ആശീർവദിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. കുർബാന ആശീർവദിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും. എല്ലാം കുരിശിൻ്റെ അടയാളത്തിലാണ്. ഈ അടയാളം, ഈ വടി ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഈ അധികാരത്തിൻ്റെ, ഈ അത്ഭുതത്തിൻ്റെ വടി, അത് കുരിശാണ്. ഇപ്പോൾ ഒരു വൈദികൻ വീട് ആശീർവദിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, കുരിശടയാളത്തിലാണ്. ഒരു വിശുദ്ധ കുർബാന ആശീർവദിക്കുന്നത് കുരിശടയാളത്തിലാണ്. നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കുരിശടയാളത്തിലാണ്. കേട്ടോ, എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതം ഞാൻ കാണാൻ ഇന്ന് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള വടിയാണ് ഈ കുരിശ് എന്ന് ഞാൻ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ,
തിന്മയെ ചെതിർക്കാൻ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ, തിന്മയെ തകർക്കാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള തടിക്കഷ്ണമാണ് ഈ കുരിശെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ മധുരമാക്കുന്നതാണ് ഇത്. ജീവിതത്തെ മധുരമാക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, എവിടെയെല്ലാം പിശാചുമായി ബന്ധപ്പെട്ട, സാത്താനുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നുവോ അവിടെയെല്ലാം വരുന്നത്, അവരറിയാതെയെങ്കിലും പറയുന്നത് ഇതാണ്: ഈ ലോകത്തിൽ സാത്താനെ തകർക്കാൻ ഒരൊറ്റ ആയുധമേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. സാത്താൻ തകരുന്നത് ഒന്നിൻ്റെ മുൻപിൽ മാത്രമാണ്, അത് കുരിശിൻ്റെ മുമ്പിൽ, അത് ബലിയുടെ മുമ്പിലാണ്, കുരിശിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി, പുറപ്പാടിൻ്റെ പുസ്തകം അവിടെ 15-ാം അധ്യായത്തിൽ 22 മുതലുള്ള വചനങ്ങൾ, പുറപ്പാട് 15:22 മുതൽ. മോശ ഇസ്രായേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു. അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു. മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന പേര് നൽകപ്പെട്ടു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി. പ്രിയപ്പെട്ടവരെ, അവിടെ വച്ച് അവർക്കൊരു നിയമം നൽകി. അവിടുന്ന് അവരെ പരീക്ഷിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരിയൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവം ഇതാണ്: മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അവർ ഷൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഷൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തും ഒരു തുള്ളി വെള്ളമില്ല, ഒരു തുള്ളി വെള്ളം ഒരു സ്ഥലത്തുമില്ല. അങ്ങനെ അവർ എവിടെ എത്തുന്നു? മാറ എന്ന സ്ഥലം. ആ മാറ എന്ന പേരുണ്ടാകാൻ കാരണം ആ സ്ഥലത്തെ വെള്ളം മുഴുവനും കയ്പുള്ളതായിരുന്നു. അപ്പം മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ജനം ഈ വെള്ളം കാണുന്നു. ജനം ഓടിച്ചെല്ലുന്നു. കാരണം നീണ്ട ദിവസങ്ങളായി അവർ വെള്ളം കുടിച്ചിട്ട് ജനം ഓടിച്ചെന്ന് ഈ വെള്ളം കൈകളിലെടുക്കുന്നു. വെള്ളം കൈകളിലെടുത്ത് ചുണ്ടോടടുപ്പിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിന് കയ്പാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ കയ്പാണ് എന്ന് മനസ്സിലായ ഉടനെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? അവർ ആ വെള്ളം എടുത്തു കളഞ്ഞിട്ട് അവർ പിന്നീട് ചെയ്യുന്ന പ്രവൃത്തി, അവർ മോശയെ കുറ്റപ്പെടുത്തുന്നു. ഇതാണ് അവർ ചെയ്ത പ്രവൃത്തി. അവർ മോശയെ കുറ്റപ്പെടുത്തുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മളും ജീവിതത്തിൻ്റെ മാറ അനുഭവങ്ങളുടെ മുമ്പിൽ നിൽക്കും. കൈപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ നമ്മൾ നിൽക്കും. കൈപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും മധുരമാക്കാനുള്ള വഴി, ആ കൈപ്പേറിയ അനുഭവങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് ആ തടിക്കഷ്ണം കൊടുത്തു. ആ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അത് മധുരമായി. എല്ലാ കയ്പിനെയും മധുരമാക്കുന്ന തടിക്കഷ്ണം അത് യേശുവിൻ്റെ കുരിശാണ്. നമ്മൾ പലപ്പോഴും ഈ കൈപ്പേറിയ അനുഭവങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മൾ പരാതിപ്പെടും, നമ്മൾ പരിഭവിക്കും. കൈപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ പരാതിപ്പെടും. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കയ്പ് മധുരമാവുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷ, ഈ ലോകത്തിൽ ശപിക്കപ്പെട്ടവന്, ഈ ലോകത്തിൽ വെറുക്കപ്പെട്ടവന് കൊടുക്കുന്ന ശിക്ഷ കുരിശുമരണം. അന്നുവരെ എല്ലാവരും കുരിശിൽ കിടന്നു. ഒരുപാട് പേര് അവർ ശപിച്ചുകൊണ്ട്. എന്നാൽ ഒരാൾ കടന്നപ്പോൾ കുരിശ് അന്ന് വരെ എന്തിൻ്റെ അടയാളമാണ്? ഏറ്റവും വലിയ ശിക്ഷയുടെ അടയാളം. എന്നാൽ യേശു കയറി കുരിശിൽ കിടന്നപ്പോൾ ആ കുരിശ് ലോകത്തിൻ്റെ മുഴുവനും രക്ഷയുടെ അടയാളമായി മാറി.
അതുകൊണ്ട് ഈശോ പറയുക ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്. ഈശോ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ അനുഗമിക്കുന്നവൻ ഈ തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പം ജീവിതത്തിൽ പല കുരിശിൻ്റെ അനുഭവങ്ങളിലൂടെ അവിടെ നമുക്ക് മുമ്പിൽ ഇതിനേക്കാൾ വലിയൊരു പുസ്തകമില്ല, ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല, ഇതിനേക്കാൾ വേറെ രക്ഷയുടെ വഴിയില്ല. യേശുവിൻ്റെ കുരിശിൽ നമ്മൾ വയ്ക്കുക, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ സഹനം, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ വേദന, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ ഒറ്റപ്പെടൽ, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, യേശുവിനോട് കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമുക്കുണ്ടായ ഹേർട്ട് ഫീലിംഗ്, നമുക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, നമ്മളെ മറ്റുള്ളവർ അവഗണിച്ചത്, നമ്മളെ മറ്റുള്ളവർ ഒന്നുമല്ലാതാക്കിയത്, ഇതെല്ലാം കുരിശിൽ കാണാൻ പറ്റും. ഇതെല്ലാം കുരിശിൽ യേശു ഏറ്റെടുത്തത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കയ്പ് നമുക്ക് കാണാൻ പറ്റും, ഇത് തള്ളിപ്പറയൽ നമുക്ക് കാണാൻ പറ്റും, കളിയാക്കൽ നമുക്ക് കാണാൻ പറ്റും, അവഗണന നമുക്ക് കാണാൻ പറ്റും, നഗ്നത നമുക്ക് കാണാൻ പറ്റും. എന്തെല്ലാം ദുരിതങ്ങൾ ഈ ഭൂമിയിലുണ്ടോ, എന്തെല്ലാം ദുരിതങ്ങൾ ഈ ഭൂമിയിലുണ്ടോ, എന്തെല്ലാം സഹനങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ടോ, അതെല്ലാം കുരിശിൽ കാണാൻ പറ്റും. എന്തിനാ അതെല്ലാം കുരിശിൽ അനുവദിച്ചത്? എന്തിനാ അതെല്ലാം കുരിശിൽ യേശു ഏറ്റെടുത്തത്? അതെല്ലാം എൻ്റെ ഈ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ, ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ അതിനെല്ലാം ഉത്തരമാണ് യേശുവിൻ്റെ കുരിശ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പം ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് മധുരമാകും. അപ്പം ജീവിതത്തെ മധുരമാക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയ തടിക്കഷ്ണമാണ് വിശുദ്ധ കുരിശ്. ജീവിതത്തെ മധുരമാക്കാൻ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഒരുപാട് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് രക്ഷാകരമാക്കാൻ വിശുദ്ധ കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വചനം യേശയ്യാ പ്രവാചകന പുസ്തകം 22-ാം അധ്യായം, യേശയ്യാ പ്രവാചകന പുസ്തകം 22-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം, യേശയ്യാ 22:22. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. പ്രിയപ്പെട്ടവരെ, അനേകം തുറക്കപ്പെടാത്ത വാതിലുകൾ, അനേകം തുറക്കപ്പെടാത്ത ജീവിത സാഹചര്യങ്ങൾ, പലരും പറയുന്ന കാര്യമാണ്, തടസ്സമാണ്. എല്ലാ തടസ്സങ്ങളെയും അഴിക്കുന്നൊരു വചനമാണ്, എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നൊരു വചനമാണ്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. നമ്മൾ ജീവിതത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് യേശുവിൻ്റെ കുരിശിൽ നിന്ന് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക. അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എല്ലാ വേദനകളും കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അത് രക്ഷാകരമാകും, അത് അനുഗ്രഹമായിട്ട് മാറും. ഒരിക്കൽ ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നു. അപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വന്നിട്ട് പറഞ്ഞൊരു കാര്യം, അച്ചോ, എനിക്ക് ഭയങ്കര ഭയമാണ്, എനിക്ക് ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മരിക്കുമോ എന്നുള്ള പേടി, എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു, ധ്യാനം കഴിയട്ടെ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇവരെന്നെ കാണിച്ചു. മൊബൈൽ ഫോണിൽ ഒരു പിക്ചർ, അവരുടെ ശരീരത്തിൽ ഈ വയറിന് മുകളിലായിട്ട് ഒരു ചെറിയ ഒരു മുഴ, ഒരു ചെറിയ ഓറഞ്ചിൻ്റെ അത്രയുമുള്ളൊരു മുഴ, അതിൻ്റെ ഫോട്ടോയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ഡോക്ടറിനെ കാണിച്ചിട്ടില്ല. ഡോക്ടറിനെ കാണിച്ചാൽ ഇത് ക്യാൻസറാണെന്ന് പറയുമോ?
ഭയം. എനിക്ക് എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ ഓർക്കുമ്പോൾ ഈ രോഗം എനിക്ക് ജീവിതത്തെ ബാധിക്കുമോ, ഇത് ക്യാൻസറാണോ, ഇങ്ങനെ ഭയങ്കര രോഗഭയം. ഇവരോട് കൂടെ സംസാരിച്ചപ്പോൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? പെട്ടെന്ന് ഇവർ പറഞ്ഞു, അച്ഛാ അങ്ങനെ എല്ലാവരോടൊന്നുമില്ല, ഒറ്റയാളോടെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അയാളോട് ക്ഷമിക്കാനാണ് അച്ഛൻ പറയാൻ പോകുന്നതെങ്കിൽ ഈ രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും നേരം രോഗത്തെ ഓർത്ത് ഡോക്ടറെ പോലും കാണിക്കാത്തത്രയും ഭയമാണ്. പക്ഷെ ഇപ്പോൾ ഈ വെറുപ്പുണ്ടോ ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊറ്റ വ്യക്തിയോടെ ഉള്ളൂ, എൻ്റെ അമ്മായിയമ്മയോട്. എന്നിട്ട് ഇവർ പറയുന്ന സംഭവം ഇതാണ്. അവർ പറഞ്ഞു, അച്ചോ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വിവാഹം കഴിച്ചു വന്നു. ഭർത്താവ് എന്നോട് പറഞ്ഞു, 6 സഹോദരിമാരുടെ അനിയനെ, ഏറ്റവും ഇളയ അനിയനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ അപ്പൻ മരിച്ചതാണ്, അതുകൊണ്ട് അമ്മയെ അങ്ങേയറ്റം സ്നേഹിക്കണം. അച്ചോ ഒരു കാര്യം, ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ ഈ അമ്മ എന്നെ കണ്ടതൊരു ശത്രുവിൻ്റെ പക്ഷത്താണ്. ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റം. ഞാൻ ഒരു MBA ഒക്കെ പഠിച്ചതാണ്. ഞാൻ ജോലിക്ക് പോലും പോകാതെ ഈ അമ്മയുടെ കാര്യം നോക്കി. അവസാനം ഞാൻ ഒരു ചെറിയ ബിസിനസ്, ടൗണിൽ സ്ഥാപനം, കടയെടുത്ത് ബിസിനസ് തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്. എല്ലാ കാര്യങ്ങളും ഞാൻ സഹിച്ചു. എൻ്റെ വിധിയായി ഞാൻ എണ്ണി. എനിക്ക് 2 കുട്ടികളുണ്ടായി. എന്നെ ഒരു നല്ല വാക്ക് ആ അമ്മ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം ഞാൻ എൻ്റെ ഭർത്താവിനോടുള്ള, അല്ലെങ്കിൽ എൻ്റെ വിധിയായി ഒക്കെ ഞാൻ കണ്ടു. ഒരിക്കലൊരു സംഭവം ഉണ്ടായി. എൻ്റെ 2 കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുന്നു. ഞാൻ കടയിൽ പോയി. പക്ഷേ ഞാൻ കിടക്കുന്ന മുറിയിലെ എയർ കണ്ടീഷൻ അത് കേടായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞിരുന്നു. ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ ഹസ്ബൻഡ് അത് റെഡിയാക്കുന്നത് മെക്കാനിക്കിനെ വിളിച്ചിട്ട് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വരാൻ നേരത്ത് ഈ മെക്കാനിക്ക് വിളിച്ചു എൻ്റെ നമ്പറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വരാം. അങ്ങനെ ഞാൻ വന്നു. മെക്കാനിക്ക് ഈ എയർ കണ്ടീഷൻ ഇരിക്കുന്ന റൂമിൽ, ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി. അദ്ദേഹം അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പുറത്തെന്തോ ചെയ്യുന്നു. അപ്പോൾ ആ മെക്കാനിക്ക് പയ്യൻ പറഞ്ഞു, ചേച്ചി ഒരു കഷ്ണം വയറ്, കേബിള് എടുത്തു തരാമോ? ഞാൻ അതിരിക്കുന്ന മുറിയിൽ നിന്ന്, സ്റ്റോർ റൂമിൽ നിന്ന് അതെടുത്തു കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ പോയതാണ്. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ ആ ബെഡ്റൂമിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി ആൾക്കാരെ കൂട്ടി അവൾ ഒരുത്തനെ വിളിച്ചകത്ത് കയറ്റിയിരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അപമാനിതയായി. അന്ന് മുതൽ ഞാൻ ആ കടയടച്ചു. അന്ന് മുതൽ ഞാൻ പള്ളിയിൽ പോകാതെയായി. അന്ന് മുതൽ എനിക്ക് എല്ലാവരോടും, എല്ലാ ചേച്ചിമാരെയും നാത്തൂന്മാരെയും വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ ആരെയും വിളിക്കാതെയായി. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി ഞാൻ ഒതുങ്ങി. അവസാനം എൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങളുടെ എക്സാം കഴിഞ്ഞു, ആനുവൽ വെക്കേഷൻ്റെ സമയം, എൻ്റെ കുഞ്ഞുങ്ങളെയും എന്നെയും ഹസ്ബൻഡ് വിദേശത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് കോവിഡ് മഹാമാരി എല്ലാം കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ അമ്മായിയമ്മ മരിക്കാൻ ഇടയായി. അവർ മരിച്ചു. അപ്പോൾ ഈ മരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ശവാടക്കിന് വന്ന ഞാൻ അവരുടെ പെട്ടിയുടെ അടുത്ത് പോലും പോയില്ല. കാരണം എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. എനിക്കെൻ്റെ ഹസ്ബൻഡിനോട് പോലും വെറുപ്പ്. ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായത്. അച്ഛാ, എനിക്കെങ്ങനെ ഇത്രയും അനുഭവം എനിക്കുണ്ടായി? ഇതൊരു അനുഭവമാണെങ്കിൽ ഇത് ഞാൻ വിവാഹം കഴിച്ച് വന്ന സമയം മുതൽ ഞാൻ അനുഭവിച്ച ദുഃഖമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്, ആ ധ്യാന ഹോളിൽ
സ്റ്റേജിൻ്റെ മുമ്പിൽ സൈഡിൽ ഒരു കുരിശുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക കുറേ നേരം. എന്താണ് യേശുവിന് പറയാനുള്ളത്? ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇന്ന് വരെ ഏറ്റെല്ലാ വേദന കയ്പും അതിൽ കൊടുക്കുക. ഒരു കുമ്പസാരം കഴിഞ്ഞ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു, ചൊവ്വാഴ്ച, സെക്യൂരിറ്റി നിൽക്കുന്ന ചേട്ടൻ എന്നെ വിളിച്ചു. അച്ചോ, ഒരു സ്ത്രീ അച്ഛനോട് സംസാരിക്കണം, ഞാൻ ഫോൺ കൊടുക്കാം. എന്നോട് അവർ പറഞ്ഞു, അപ്പോൾ ഈ സഹോദരിയാണ്, എന്നോട് പറഞ്ഞു, അച്ചോ ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാത്രി മുഴുവനും ഞാൻ ഈ കുരിശിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ, എനിക്കൊരു അനുവാദം തരണം. അപ്പം എല്ലാവരും റൂമിലേക്ക് ഈ സമയം കഴിയുമ്പോൾ പോകണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, സെക്യൂരിറ്റിയോട് പറഞ്ഞു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചോ ഇന്നലെ ഞാൻ രാത്രി മുഴുവനും ഇന്ന് വെളുപ്പിന് ഹോളിൽ ധ്യാനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ആ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. എൻ്റെ കണ്ണുനീര് വീണ് അവിടെ മുഴുവനും നനഞ്ഞു. അച്ചോ ഒരു കാര്യം ഈശോനോട് പറഞ്ഞു, ഞാൻ നല്ല അപ്പനും അമ്മയെയും നിനക്ക് നൽകി, ഞാൻ നല്ല വിദ്യാഭ്യാസം നൽകി, ഞാൻ നല്ല ജീവിത പങ്കാളിയെ നൽകി, നല്ല മക്കളെ നൽകി, എല്ലാം നീ സ്വീകരിച്ചു. എന്നാൽ എന്നോട് അനുഭവപ്പെടാൻ ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ഒരു വേദന നൽകി. അത് എന്തുകൊണ്ട് നിനക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല? ഇത്രയും കിട്ടിയ അനുഗ്രഹങ്ങളിലൂടെയല്ല, ഇപ്പോൾ കിട്ടിയ വേദനയിലൂടെയാണ് നീയും ഞാനും ഒന്നാകുന്നത്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഇതിലൂടെയാണ്. അച്ചോ അതാണ് എന്നോട് കുരിശ് പറഞ്ഞത്. അത് ആണ് എന്നോട് പറഞ്ഞത്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർക്ക് ആ കുരിശൊരു ശക്തി നൽകി ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ എല്ലാം മധുരമായിട്ട് മാറ്റാൻ. ഞാൻ ഓർക്കുന്നത്, ആന്തരിക സൗഖ്യ ആരാധനയെ കഴിയുമ്പോൾ ഒരു 10 മണിയൊക്കെ കഴിയും. രാത്രി 10 മണി കഴിഞ്ഞ് ജനത്തെ ഭക്ഷണം കഴിക്കാൻ വിട്ടു. ഞാനും മുറിയിലേക്ക് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും. എൻ്റെ മുറിയുടെ വാതിൽക്കൽ ബഹളം. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററാണ്. അപ്പോൾ ഈ സിസ്റ്റർ ഈ സഹോദരിയുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ സഹോദരി പറഞ്ഞൊരു കാര്യം, അച്ചോ ഞാനിപ്പോൾ വന്നത്, ഞാൻ മുറിയിൽ ചെന്നു, ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നു, ഞാൻ ഡ്രസ്സ് ഊരുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ കഴിഞ്ഞ് ഇത്രയും നാളായിട്ടുണ്ടായിരുന്ന ആ ഗ്രോത്ത്, ആ മുഴ കാണുന്നില്ല. ഒരു ഫിസിക്കൽ ഹീലിംഗ് അല്ല, അവരുടെ ഉള്ളിലെ സുഖം പ്രാപിച്ചപ്പോൾ ആ ഉള്ളിലെ സൗഖ്യം ശരീരത്തിലേക്ക് വന്നു. ഓർക്കുക, ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, ഒരുപാട് വേദനയിൽ നമ്മൾ നിൽക്കും. അതെല്ലാം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് മധുരമാക്കി മാറ്റാൻ, അതെല്ലാം അഴിയുന്നതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തി. അതിനാൽ ഈ വചനം നമ്മിൽ അഭിഷേകമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ 22 വിടുതലിൻ്റെ ഏറ്റവും വലിയ വചനം. പ്രിയപ്പെട്ടവരെ, കുരിശ് അവൻ്റെ തോളിൽ വെച്ച് കൊടുത്ത താക്കോല്, ആ കുരിശ് എല്ലാം തുറക്കുന്നത്, അത് നമ്മളുടെ ജീവിതത്തെ തുറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ 22:22 ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ച് കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഈ ആരാധനയിൽ ഈ വചനം അഭിഷേകമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്.
എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്ന 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വചനം: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോക്ഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വചനം യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനോ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാന ബലിയാണ് എന്ന്. യേശുവിൻ്റെ ബലിയാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, ആ ബലിപീഠമായത്, ആ ബലി നടന്നത് കാൽവരിയിൽ കുരിശിൻ്റെ മേലാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് കുരിശ് രക്ഷയാണ്. വിശ്വസിക്കുന്നവർക്ക് കുരിശ് രക്ഷയാണ്. ദൈവം മോശയോട് പറഞ്ഞു, നീ ഈ വടി കയ്യിലെടുക്കുക. ഈ വടി ദൈവം പ്രവർത്തിക്കുന്ന അടയാളമായിരിക്കും. ഈ വടി ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നൊരു അടയാളമായിരിക്കും. നീ വടി കയ്യിലെടുക്കുക. നീ ആ വടി കയ്യിലെടുത്ത് ഇത് ചെയ്യുക. മോശയോട് ദൈവം പറഞ്ഞു. മോശയോട് ദൈവം വടി കയ്യിലെടുക്കുവാൻ പറഞ്ഞുവെങ്കിൽ, ഈ വടി നിന്നിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന് മോശയോട് ദൈവം പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതാ പുതിയ നിയമത്തിൽ ആ വടി എല്ലാ അത്ഭുതങ്ങളും നടക്കുന്ന, എല്ലാ വിടുതലും നടക്കുന്ന അത് കുരിശാണ്. മോശ ഇതാ ആഗ്നേയ സർപ്പത്തിൻ്റെ ദംശനമേറ്റ ഇസ്രായേൽ ജനം മരിച്ചു വീഴുമ്പോൾ അവർ രക്ഷയിലേക്ക് കടന്നു വരുവാൻ മോശ ചെയ്തത് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തി. ആരൊക്കെ അതിലേക്ക് നോക്കിയോ അത് രക്ഷ പ്രാപിക്കുന്നു, അവർ രക്ഷ പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, മരത്തിലൂടെ വന്നത് ഇതാ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴം മനുഷ്യൻ തിന്നപ്പോൾ ഇതാ മറ്റൊരു വൃക്ഷം, ആ വൃക്ഷം അതിന് പരിഹാരമാകുന്നു. ആ വൃക്ഷം ഇതാ ആ വൃക്ഷത്തിൽ മറ്റൊരുത്തൻ അനുസരിക്കുന്നു.
ഒരു വൃക്ഷത്തിൻ്റെ മുമ്പിൽ ആദം അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ മറ്റൊരു മരത്തിൽ ഇതാ അവൻ മരണത്തോളം അനുസരണയുള്ളവനാകുന്നു. ഒരു മരത്തിൻ്റെ മുമ്പിൽ, ഒരു മരത്തിൻ്റെ കനിയുടെ മുമ്പിൽ ആദം അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ കാൽവരിയിലെ മരത്തിൽ ഇതാ അവൻ മരണത്തോളം അനുസരണമുള്ളവനാകുമ്പോൾ എല്ലാ പാപങ്ങളെയും മാറ്റുന്ന ആ കനി, ആ അപ്പം അത് നമുക്ക് കിട്ടുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, മരത്താൽ വന്നത് മരത്തിന്മേൽ മാറിപ്പോകുന്നു. നമ്മളെ ഈ ബലിയോട്, ഈ കുരിശിനോട് ചേർത്ത് വയ്ക്കുകയും കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ വിടുതലിൻ്റെ ഇടമാണ് കുരിശ്. നമ്മൾ കാണുന്നു ഇസ്രായേൽ ജനം വാഗ്ദാന ദേശം കടന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് 3 ദിവസത്തെ വഴി പിന്നിട്ട് ഷൂർ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ ഒരു സ്ഥലത്തെത്തി. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും ഒരു തുള്ളി വെള്ളം അവർക്ക് കുടിക്കുവാൻ കിട്ടിയില്ല. അങ്ങനെ വെള്ളം അന്വേഷിച്ച് ചെല്ലുന്ന ജനം 3 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം അവർ വെള്ളം കണ്ടെത്തുന്നു. അങ്ങനെ വെള്ളം കണ്ടെത്തി ആർത്തിയോടെ ആ വെള്ളം കുടിക്കുവാൻ വേണ്ടി അവർ ഓടി അടുക്കുമ്പോൾ, ആ വെള്ളം കൈകളിൽ കോരി ചുണ്ടോടടുപ്പിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ആ വെള്ളത്തിന് കയ്പ് രസമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് മാറ എന്ന് പേര് വന്നു. ഇതാ കയ്പേറിയ ആ വെള്ളത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം മുഴുവനും മോശയെ കുറ്റപ്പെടുത്തുന്നു. മോശയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ആ കയ്പിലേക്ക് നോക്കുന്നു. എന്നാൽ ഇതാ കയ്പിനെ മധുരമാക്കാനുള്ള ദൈവത്തിലേക്ക് നോക്കുന്നു. ഇതാ മോശ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ മോശയുടെ കൈകളിലേക്ക് ഒരു വടിയിട്ട് കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു, ആ തടിക്കഷ്ണം, ആ വടിയെടുത്ത് നീ വെള്ളത്തിൽ മുട്ടിക്കുക. മോശ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലിട്ട ഉടനെ, വടിയെടുത്ത് വെള്ളത്തിലിട്ട ഉടനെ അടുത്ത വചനം പറയുന്നു, ആ വെള്ളം മധുരമുള്ളതായിട്ട് മാറി. എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും, ജീവിതത്തിലെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും പ്രിയപ്പെട്ടവരെ മധുരമാക്കാൻ ദൈവപിതാവ് നൽകിയ തടിക്കഷ്ണമാണ് വിശുദ്ധ കുരിശ്. ജീവിതത്തിലെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും നമ്മൾ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ രോഗക്കിടക്കയിൽ കിടന്ന രോഗം ശാപമായി കണ്ടിരുന്ന രോഗക്കിടക്കയിൽ കിടന്ന, അല്ലെങ്കിൽ രോഗമെന്നത് വേദനിക്കുന്ന അനുഭവമായി കാണേണ്ട ഒരു വ്യക്തി ഇതാ രോഗക്കിടക്കയിൽ കിടന്നു. അവളുടെ രോഗത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചപ്പോൾ ആ രോഗം രക്ഷാകരമായിട്ട് മാറുന്നു. വിശുദ്ധ അൽഫോൻസയായിട്ട് അവൾ മാറുന്നു. രോഗം ഏത് തകർച്ചയാകട്ടെ, കുരിശിൽ എല്ലാ വേദനയ്ക്കും ഉത്തരവുണ്ട്. നമുക്ക് ഉത്തരം കിട്ടാത്ത എല്ലാ കൈപ്പേറിയ അനുഭവങ്ങൾക്കും, എല്ലാ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്കും കുരിശിൽ ഉത്തരമുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് കുരിശ് ശക്തിയാണ്, രക്ഷയാണ്. നമുക്ക് ഈ കുരിശിലേക്ക് നമ്മെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഏത് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ അത് ഒരു പക്ഷെ രോഗമാകാം. ഏത് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ അത് പ്രശ്നങ്ങളാകാം, അതൊരു പൈശാചിക പീഡയാകാം, എൻ്റെ ശരീരത്തിലെ ഒരു പാപബന്ധനമാകാം. എന്തുവാകട്ടെ, ഈ നിമിഷം ഈ യേശുവിൻ്റെ വിശുദ്ധ കുർബാന, നീ വിശുദ്ധ കുർബാന മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാന നമുക്ക് നൽകപ്പെട്ടത് കുരിശ് വഴിയാണ്. ആ കുരിശിനോട്, ആ ബലിയോട് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് കാര്യങ്ങൾ ഉയർത്താം. ഈശോയെ, ഇപ്പോൾ കുരിശിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അനന്തകോടി യോഗ്യതയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും പൈശാചിക പീഡകൾ വിട്ടുപോകുവാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അനന്ത യോഗ്യതയാൽ, വിശുദ്ധ കുരിശിൻ്റെ അനന്ത ശക്തിയാൽ യേശുവെ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം എല്ലാ പൈശാചിക ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തിജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, പല വേദനകളിലൂടെ കടന്നു പോകുന്നവർ, ഞങ്ങളുടെ രോഗത്തെ, രോഗപീഠകളെ, വേദനയെ, സകല സഹനങ്ങളെയും, ഈ ഭൂമിയിൽ ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, ഇനിയുള്ള സഹനം, ഇതെല്ലാം യേശുവേ നിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ആ കുരിശിൻ്റെ ശക്തിയാൽ ആ സഹനങ്ങളെ വിശുദ്ധീകരിച്ച് എനിക്ക് രക്ഷാകരമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും വിശുദ്ധ കുരിശിൻ്റെ അനന്തശക്തി, അനന്തയോഗ്യത വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അനന്ത യോഗ്യതയാൽ യേശുവേ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അനന്ത ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയിൽ ബന്ധിക്കുന്നു. പൈശാചിക പീഠകളെ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയിൽ ബന്ധിക്കുന്നു. കുടുംബ തകർച്ചകളെ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ തകർച്ചകളെ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തെ, ദുശീലത്തെ, ലഹരിയെ, അടിമത്തങ്ങളെ, ജഡികപാപത്തെ യേശുവേ കുരിശിന്റെ യോഗ്യതയിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ അനന്തകോടി യോഗ്യതയാൽ എന്നെ, എൻ്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളും യേശുവിന്റെ കുരിശിന്റെ അനന്ത ശക്തിയാലും യോഗ്യതയാലും ഈശോയെ വിട്ടുപോകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അനന്ത യോഗ്യതയാൽ, വിശുദ്ധ കുരിശിന്റെ അനന്ത ശക്തിയാൽ എല്ലാ പൈശാചിക പീഡകളും ബന്ധനങ്ങളും അഴിയുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ. തമ്പുരാനേ, 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 തമ്പുരാനേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഏത് മേഖലയിലാണ് ഞാൻ തടസ്സം അനുഭവിക്കുന്നത്? ഞാൻ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലേതാണ്? എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന തടസ്സങ്ങൾ ഏതാണ്? ബന്ധനങ്ങൾ ഏതാണ്? ഏത് മേഖലയിലാണ് ഞാൻ പൈശാചിക പീഡകളാൽ നീറുന്നത്? അഴിയപ്പെടാതെ പോകുന്ന കെട്ടുകൾ ഏതാണ്? യേശുവേ, ഈ നിമിഷം വിശുദ്ധ കുരിശിൻ്റെ യോഗ്യതയാൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ. വിശുദ്ധ കുരിശിൻ്റെ യോഗ്യതയാൽ എല്ലാ പൈശാചിക പീഡകളും മാറിപ്പോകട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അനന്ത യോഗ്യതയാൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. യേശുവേ, വിശുദ്ധ കുരിശിൻ്റെ അനന്ത യോഗ്യതയാൽ തുറക്കപ്പെടാത്ത എല്ലാ വാതിലുകളും തുറക്കട്ടെ. ഇത് അങ്ങയുടെ വചനം. അങ്ങയുടെ വചനം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. പിതാവായ ദൈവമേ, അവൻ്റെ തോളിൽ അങ്ങ് വെച്ചു കൊടുത്ത താക്കോൽ എല്ലാത്തിനെയും അവൻ തുറന്നാൽ അടയ്ക്കുവാനോ അവൻ അടച്ചാൽ തുറക്കാനോ പറ്റില്ല. യേശുവേ, നരകവാതിലുകൾ അടയപ്പെടട്ടെ. നരകവാതിലുകൾ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടാതിരിക്കാൻ പറ്റത്തക്ക രീതിയിൽ ആ കുരിശിന്റെ യോഗ്യതയാൽ നരകവാതിലുകളെ അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നരകവാതിൽ അടയട്ടെ. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഞങ്ങളിലേക്ക് കടന്നു വരുന്ന പൈശാചിക പ്രവൃത്തികൾ തുറന്നുവിടുന്ന എല്ലാ നരകവാതിലുകളും ഇപ്പോൾ അടയട്ടെ. യേശുവിൻ്റെ വചനത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും മുട്ടിയിട്ട് തുറക്കപ്പെടാത്ത വാതിലുകൾ യേശുവിൻ്റെ അനന്ത യോഗ്യതയാൽ, കുരിശിൻ്റെ അനന്ത ശക്തിയാൽ തുറക്കപ്പെടട്ടെ. പൈശാചിക പീഡകൾ, പൈശാചിക ബന്ധനങ്ങൾ ഇപ്പോൾ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും കുടുംബത്തിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളുടെ കെട്ടഴിയട്ടെ. അനേകം മക്കളിൽ നിന്ന് മദ്യപാനത്തിൻ്റെ ലഹരിയുടെ കെട്ടഴിയട്ടെ. ഞങ്ങളുടെ വരുമാന മാർഗത്തിൽ നിന്ന്, ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അനന്തയോഗ്യതയാൽ, അനന്തകോടി ശക്തിയാൽ യേശുവെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലും യേശുനാമത്തിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ വിടുതലും സൗഖ്യവും അഭിഷേകവും നിറയാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ
ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വീണ്ടും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അനേകം കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചിടുന്ന മേഖല യേശുവേ ഇപ്പോൾ ഈ നിമിഷം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. രോഗക്കെട്ടുകൾ ഒരു വ്യക്തിയിൽ മാറുമ്പോൾ അടുത്ത വ്യക്തിയിലേക്ക് ഇങ്ങനെ കുടുംബത്തിൽ മാറി മാറി രോഗങ്ങൾ, കിട്ടുന്ന വരുമാനം, കിട്ടുന്ന സമ്പത്ത്, ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന അനേകം കുടുംബങ്ങൾ, ഇതാ വർഷങ്ങളായി നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ, ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന, തലമുറകളായിട്ട് വരുന്ന പാരമ്പര്യ രോഗങ്ങൾ യേശുവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ കെട്ടുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് എങ്കിൽ ഈ നിമിഷം യേശുവിൻ്റെ കുരിശിൻ്റെ യോഗ്യതയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ അധികാരത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്തകോടി യോഗ്യതയിൽ, യേശുവിൻ്റെ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ രോഗപീഠകളുടെ കെട്ടുകൾ, രോഗപീഠകളുടെ ബന്ധനങ്ങൾ വിശുദ്ധ കുരിശിനാൽ നിർവീര്യമാകുവാൻ കൽപ്പിക്കുന്നു. രോഗപീഠകൾ ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത്, തലമുറകളായിട്ട് വരുന്നത്, ജീവിതശൈലിയിലൂടെ വരുന്നത് രോഗപീഠകൾ, ശിരസ് മുതൽ കാൽപാദം വരെയുള്ള രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അനന്തയോഗ്യതയാൽ സുഖപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ അധികാരത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളുടെ കെട്ടുകൾ അടിയട്ടെ കർത്താവേ. രോഗപീഠകളുടെ കെട്ടുകൾ ഈ നിമിഷം വിട്ടുപോകട്ടെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വീണ്ടും കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയെ, ഈ ഡെലിവറൻസ്, ഈ വിടുതൽ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ജഡിക പാപങ്ങൾ, ആ വിശുദ്ധിക്കെതിരായ പാപങ്ങൾ, ദാമ്പത്യ അവിശ്വസ്തത, ദാമ്പത്യ വിശ്വസ്തയ്ക്കെതിരായ കാര്യങ്ങൾ യേശുവേ ഈ നിമിഷം അനേകം വ്യക്തികളിൽ, കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ലഹരിയുടെ, മദ്യപാനത്തിൻ്റെ, സിഗരറ്റിൻ്റെ, ലഹരി വസ്തുക്കളുടെ അടിമത്തം യേശുവെ ഇപ്പോൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ അനന്തയോഗ്യതയാൽ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അശുദ്ധിയുടെ, ജഡിക പാപങ്ങളുടെ, ലഹരിയുടെ എല്ലാ കെട്ടുകളും യേശുവിൻ്റെ കുരിശിൻ്റെ അനന്തശക്തിയാൽ നിത്യനരകത്തിലേക്ക് പോകുവാനും എന്നേക്കുമായി യേശുവിൻ്റെ അധികാരത്താൽ, യേശുവിൻ്റെ വിശുദ്ധ കുരിശിനാൽ അത് പൂട്ടപ്പെടുവാനും ഒരിക്കലും എന്നിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ അതിനെ അടച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെയുള്ള ബന്ധനങ്ങൾ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വാധീനിച്ച എല്ലാ പൈശാചിക പിഴകളെയും, എല്ലാ ലഹരിയെയും, എല്ലാ അടിമത്തങ്ങളെയും യേശുവെ നിത്യനരകത്തിലേക്ക് ആട്ടിപ്പായിച്ച് നിത്യനരകത്തിൻ്റെ വാതിൽ യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അനന്തയോഗ്യതയാൽ അടച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ദൈവമേ, അനേക നാളായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് പല വാതിലുകൾ മുട്ടിയിട്ട് തുറക്കാത്ത മക്കൾ, അനേകം നാളായി വിവാഹം ആലോചിച്ചിട്ട് ഇതുവരെയും യേശുവെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാതെ നിൽക്കുന്ന മക്കൾ, ഈശോയെ വിദേശത്തേക്ക് പോകുവാൻ അനേകം നാളായി ആഗ്രഹിച്ചു നടക്കാതെ നിൽക്കുന്നവർ, യേശുവെ പല മേഖലയിൽ തടസ്സം അനുഭവിക്കുന്നവർ, ഒരു പരീക്ഷ, ഒരു ഇൻ്റർവ്യൂ പല പ്രാവശ്യം എഴുതി യേശുവെ തടസ്സങ്ങൾ, ഈ നിമിഷം ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അനന്തയോഗ്യതയാൽ യേശുവെ ഒരു ഭവനം പണിയുവാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. യേശുവെ ഒരു ഭവനത്തിൻ്റെ പണി
തടസ്സമായിട്ട് നിൽക്കുന്നു. അങ്ങനെ പല തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ കുരിശിൻ്റെ യോഗ്യതയാൽ ആ തടസ്സങ്ങൾ എല്ലാം മാറി ഇപ്പോൾ ഇത്ര നാളും തുറക്കപ്പെടാത്ത വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അനന്ത ശക്തിയാൽ, അനന്തകോടി യോഗ്യതയാൽ യേശുവെ തുറക്കപ്പെടാൻ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. ഒരിക്കൽ കൂടി ഏശയ്യ 22:22 അഭിഷേകമായിട്ട് മാറട്ടെ. യേശുവേ, ഞങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ തിന്മകളെയും നിത്യനരകത്തിലടച്ച് എന്നേക്കുമായി ആ വാതിൽ പൂട്ടണമേ. ഞങ്ങളുടെ തുറക്കപ്പെടാത്ത ജീവിതത്തിൻ്റെ വാതിലുകൾ നിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ യോഗ്യതയാൽ തുറക്കണമേ. നമുക്ക് ആ വചനം ഏറ്റുപരിഞ്ഞ് പ്രാർത്ഥിക്കാം. യേശയ്യ 22:22 അഭിഷേകമാകുന്ന വചനം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനോ സാധിക്കില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് കടന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവാതിൽ തുറന്ന ആർക്കും അടപ്പാനാവുകില്ല. യേശുവാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശത്രുവിന്റെ എല്ലാ വാതിലുകളും അടയ്ക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ഏശയ്യ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല.